ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചീരത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ഉടനെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. കടുക് എല്ലാം പൊട്ടിത്തീർന്ന ഉടനെ തന്നെ 2 പച്ചമുളക് കീറിയതും 5 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേഗം വാടാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി നമ്മുടെ ചീര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചീരയുടെ തണ്ടും ചീരയുടെ ഇലയും സെപ്പറേറ്റ് ആയിട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ ചീരയുടെ തണ്ടിന് ഇലയിനേക്കാളും കുറച്ചുകൂടെ വേവ് ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം ആദ്യം ചീരേൻ്റെ തണ്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് വെന്ത് കഴിഞ്ഞ ശേഷമാണ് ചീരയുടെ ഇല ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ചീരയുടെ തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ അടച്ചു വെക്കുകയാണ്. അത് നല്ലോണം വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ചീരയുടെ ഇലയോടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അത് നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയതൂടെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.